വലിയ ആഘോഷങ്ങളും പ്രഖ്യാപനങ്ങളുമായി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചതിന് ശേഷം അത് നടപ്പിലാക്കാനുള്ള ആർജവമില്ലാത്ത ഒരു നേതൃത്വമാണ്, ഒരു മുനിസിപ്പൽ ഭരണാധികാരികളാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും ഖേദകരമാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ ആയുർവേദ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാന് നിവേദനം നൽകി. ആയുർവേദ ആശുപത്രി നഗരസഭ കണ്ടെത്തിയ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് DCC സെക്രട്ടറി CK ഹാരിസ് ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണ ആയുർവേദ ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ പല ഭാഗത്തും വിള്ളൽ വീണ് അപകടാവസ്ഥയിലാണ്. ഏത് നിമിഷവും നിലംപൊത്താവുന്ന കെട്ടിടത്തിനുള്ളിൽ സീലിംഗ് പല ഭാഗത്തും ഇളകിപ്പോയ നിലയിലാണ്. നഗരസഭാ കൗൺസിൽ യോഗങ്ങളിലും അല്ലാതെയും പ്രതിപക്ഷം ആയുർവേദ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആശുപത്രിയുടെ നിലവിലെ അവസ്ഥ നേരിൽ കണ്ട ശേഷമാണ് പ്രതിഷേധം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ആശുപത്രിയിൽ സന്ദർശനം നടത്തിയത്. ആയുർവേദ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാന് നിവേദനവും നൽകി. ഏത് നിമിഷവും നിലം പതിക്കാവുന്ന കെട്ടിടങ്ങളുള്ള ആശുപത്രി അപകടാവസ്ഥയിലാണ്. എത്രയും വേഗം നഗരസഭ കണ്ടെത്തിയ സ്ഥലത്തേക്ക് ആയുർവേദ ആശുപത്രി മാറ്റി സ്ഥാപിക്കണമെന്ന് DCC സെക്രട്ടറി CK ഹാരിസ് ആവശ്യപ്പെട്ടു. എനിക്ക് പുറകിലുള്ള ഈ ബിൽഡിങ്ങിൻ്റെ പുറത്ത് തന്നെ നഗരസഭയുടെ അധികാരികൾ എഴുതി വച്ചിരിക്കുന്നത് ഇത് പൊളിഞ്ഞു ചാടാനായിട്ടുണ്ട്, അല്ലെങ്കിൽ അപകടാവസ്ഥയിലാണ്, വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് അവിടെ എഴുതി വച്ചിട്ടുള്ളത്. അത്തരത്തിൽ അധികാരികൾ തന്നെ ഈ കെട്ടിടത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ട് ഇതിനു മുമ്പിൽ ബോർഡ് സ്ഥാപിച്ച ഒരവസ്ഥയിൽ കഴിഞ്ഞ 4 വർഷത്തോളമായി പണി പൂർത്തീകരിക്കാതെ മുന്നോട്ട് പോകുന്ന പുതിയ കെട്ടിടം, ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടം, അത് പണി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും സാധാരണക്കാരായ ആളുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, പ്രിയപ്പെട്ട കൊച്ചുവേട്ടൻ്റെ നേതൃത്വത്തിൽ സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വലിയ ആഘോഷങ്ങളും പ്രഖ്യാപനങ്ങളുമായി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചതിന് ശേഷം അത് നടപ്പിലാക്കാനുള്ള ആർജവമില്ലാത്ത ഒരു നേതൃത്വമാണ്, ഒരു മുനിസിപ്പൽ ഭരണാധികാരികളാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും ഖേദകരമാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും പ്രതിസന്ധികളും ചെയർമാനെയും അധികാരികളെയും അറിയിക്കുക എന്ന് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് തീരുമാനങ്ങളില്ലെങ്കിൽ തീർച്ചയായും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരവുമായി ഈ വിഷയത്തിൽ ഞങ്ങൾ മുന്നോട്ടിറങ്ങും. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK രാജേന്ദ്രൻ, മണ്ഡലം സെക്രട്ടറിമാരായ TS രാമചന്ദ്രൻ, സുരേഷ്, വൈസ് പ്രസിഡന്റ് AJ സണ്ണി, ട്രഷറർ സോമൻ പാറക്കാട്ട് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ആയുർവേദ ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാന് നിവേദനം നൽകിയത്. ചാനൽ 10 പെരിന്തൽമണ്ണ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ.